വെൽക്കം ടു മൈ ചാനൽ ടോണിയാസും അൺലിമിറ്റഡ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഇപ്പം 2-3 വീഡിയോസിലെ കണ്ടിന്യൂസ് ഈ ഒരു കോസ്റ്റ്യൂം കാണുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ വന്നിട്ട് ടൈമിൽ എടുത്തതാണ് ഇതെല്ലാ വീഡിയോസും, അതുകൊണ്ടാണ് കേട്ടോ സെയിം കോസ്റ്റ്യൂം. ഓക്കെ, അപ്പം ഞാനിന്ന് പറഞ്ഞു വന്നത് ഒരു കെട്ടിലാണ് ഒരു പ്രൊഡക്റ്റാണ് മക്കളെ. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം ഇതെല്ലാവർക്കും ഓഫീസിൽ പോകുന്നവർക്കായാലും ഒരു പാർട്ടിക്ക് പോകുന്നവർക്കായാലും കോളേജ് സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾ നോക്കി നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ നോക്കി നടക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്കറിയാം ഇന്നത്തെ കാലത്ത് നോർമൽ ഹെയർ ഉള്ളവർക്കും എന്നാൽ കേളി ആയിട്ടുള്ളതും എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും ഈ മുടി. ഇങ്ങനെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ മുടി ഇങ്ങനെ പൊന്തി നിൽക്കും. നമ്മൾ പോണിറ്റൈൽ ചെയ്താലും എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും ഇങ്ങനെ ബേബി ഹെയർസ് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എനിക്ക് നല്ല രീതിയിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ തേടി കുറേ പ്രൊഡക്റ്റുകൾ നോക്കി. ഞാൻ ഇതിന് മുമ്പ് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ, അതും കുഴപ്പമില്ലായിരുന്നു. അതെനിക്ക് ഏത് ബ്രാൻഡെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ യൂസ് ചെയ്തു. വേറെ ഒന്നുമില്ല, അതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് അത് നമ്മൾ 2-3 കുറച്ച് യൂസിന് ശേഷം അത് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നില്ല. നമുക്കത് പ്രസ് ചെയ്യാനോ അങ്ങനെയൊന്നും ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞാനത് മീൻസ് ഒരുപാട് അതിലത്തെ ആ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് വേസ്റ്റായി പോകുന്നു. അപ്പോൾ വെറുതെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിന് ഒരു എന്തെങ്കിലും ഇത് വേണ്ടേ. ഞാൻ പിന്നെ അത് 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കണ്ടത്. അപ്പോൾ ഇത് ഏത് പ്രൊഡക്റ്റ് എന്ന് കണ്ടാലും നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വരുന്നത്. കണ്ടില്ലേ, ഇത് വന്നിട്ട് IKT എന്ന് പറയുന്ന ഒരു വാക്സ് സ്റ്റിക്കാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് ശരിക്കും ഒരു വാക്സ് ആണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. എനിക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്നതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഒരു എന്താ പറയുക, അതിൻ്റെ സ്മെല്ല് ശരിക്കും എനിക്ക് എന്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു കെമിക്കൽ ടൈപ്പ് ഒരു സ്മെല്ലായിരുന്നു. പക്ഷെ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ജാസ്മിൻ്റെ സ്മെല്ലാണോ, ഒരു അല്ല ജാസ്മിൻ്റെ സ്മെല്ലല്ല കേട്ടാ. ഇത് നമ്മുടെ ലെക്സ് സോപ്പില്ലേ അതിൻ്റെ സ്മെല്ലാണ്. ഞാനും വിചാരിച്ചേ പണ്ട് ഞാൻ കുഞ്ഞു കഥ പറയാം. പണ്ട് പപ്പ ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ലെക്സാ യൂസ് ചെയ്തേ. പൊങ്ങച്ചൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചൻ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്മെല്ല് കറക്റ്റായിട്ട് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് വിചാരിച്ചത് ജാസ്മിനാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായത് ഇത് നമ്മുടെ ലെക്സ് സോപ്പ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നാട്ടിലും വന്നു, എല്ലാവർക്കും അറിയാം. പണ്ട് ഞങ്ങൾ പപ്പ ഗൾഫിലായിരുന്നു കുറേ വർഷങ്ങളോളം. പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മെയിൻ സാധനമാണ് ഈ സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നാട്ടിലും ഇത് അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നല്ല സ്മെല്ലാണ്. അത് യൂസ് ചെയ്യാത്തവരായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ ലെക്സ് സോപ്പ് യൂസ് ചെയ്യാത്ത. പക്ഷെ ഇപ്പം അങ്ങനെ ലെക്സ് സോപ്പ് അത്രയും പോപ്പുലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം നമ്മളിപ്പോൾ ലെക്സിൻ്റെ കാര്യമല്ലല്ലോ പറയാം, ലെക്സിൻ്റെ അല്ല നമ്മുടെ റിവ്യൂ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നല്ല ഒതുങ്ങി എന്താ പറയുക, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ചപ്പാത്തി പോലെ വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ അപ്ലൈ ചെയ്യാം. അത് ലൈറ്റായിട്ട് നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ഔട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ഇത് അപ്ലൈ ചെയ്താലും ഇത് നല്ല രീതിയിൽ എഫക്റ്റീവാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് മക്കളെ. ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് പോയി കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കിടില പ്രൊഡക്റ്റ് ആണ്. ഞാൻ എന്തായാലും ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി വാങ്ങി നോക്കണം. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും പറഞ്ഞു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാന്നല്ലല്ലോ പറയാ, തിരിച്ച് തുറക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്, അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പൊന്തി വരും, കാണാൻ നല്ല രസമില്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പതുക്കെ താഴ്ത്തി വയ്ക്കും. അത്രയുള്ളൂ, താഴ്ത്തിക്ക് പോയി കണ്ടോ കണ്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹെയർ ആയതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റീവ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ടാണ്. പണ്ടത്തെ എൻ്റെ മുടിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, അതിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഇത് എനിക്ക് അറിയില്ല. നോക്കാം നമുക്ക്. ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് നല്ല രീതിയിൽ സ്റ്റിക്ക് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇത് ജസ്റ്റ് നമ്മൾ കൈ വെച്ചൊന്ന് കൊടുക്കണേ. ഒരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഫീൽ വരും കണ്ടോ.
സൂപ്പർ പ്രൊഡക്റ്റാണ്. ഈ ഒരു സൈഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഇവിടുത്തെ സംഭവം കാണിച്ചിട്ടുണ്ടോ, കിഡിലനാണ് ഉണ്ടോ, കിഡിലനാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു താഴ്ത്തി വയ്ക്കുക, അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്ന IKT എന്ന് പറയുന്ന ഒരു വാസ്റ്റിക് ആണ്. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഓക്കെ, ഞാനിത് കുറേ റിവ്യൂസ് കാണുന്നുണ്ട്, നല്ലൊരു റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇത് വേസ്റ്റേജ് ഓഫ് മണി വരില്ല. നല്ലൊരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. മസ്റ്റായിട്ടും ഗേൾസിൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവണ്ടേ അല്ലേ? കാരണം നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ ഈവണിപ്പോൾ ലിപ്സ്റ്റിക് ഇടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നല്ല രീതിയിൽ ഞാൻ വിയർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്, ഇത് ഞാൻ അടുക്കളയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്താണ് AC വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ ഇപ്പോൾ കേരളത്തിലില്ല, ഔട്ട് ഓഫ് കേരളയാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചൂടാണ്. UAE അറിയാലോ, നല്ല ചൂടാണ്. അപ്പോൾ അടുക്കളയിൽ ഞാൻ ഈ വാതിൽ തുറന്നിട്ട് കുഴപ്പമില്ല, കാരണം കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതൊന്നല്ല, അതുകൊണ്ടാണ് ഞാൻ വിയർക്കണേന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയുന്നത് നിങ്ങൾ കൂടി പറഞ്ഞാലാണ് നമ്മുടെ ഓഡിയൻസിന് അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും എന്താ പറയുക പൊട്ട പ്രൊഡക്റ്റ് ഓടി വന്ന് റിവ്യൂ ചെയ്യുന്ന ആളല്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നത് മാത്രം ഞാൻ എൻ്റെ ചാനലിടുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഒരിക്കലും അവർക്ക് പറ്റിക്കലോ അങ്ങനെയൊന്നും ചെയ്യില്ല. ജെനുവിൻ ആയിട്ട് ഉള്ള വീഡിയോസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞ് തിരിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഓൺ എല്ലാ ഓൺലൈൻ വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് പോവാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം, ഒന്നില്ലെങ്കിൽ ആ ലിങ്ക് വഴി വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇത് ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും പർപ്പിൾ ആയാലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഔട്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു കേരള കാഴ്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എന്തായിരിക്കും ചാനൽ തോന്നിയാൽ